സിഡ്നിയിൽ അത്ഭുതങ്ങൾ പ്രതീക്ഷിച്ച് കളത്തിലിറങ്ങിയ ഇംഗ്ലണ്ടിനെ വീണ്ടും നിരാശ. അവസാന ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെ തകർത്തെറിഞ്ഞ് ഓസ്ട്രേലിയ. എട്ട് വിക്കറ്റിന് 302 റൺസ് എന്ന നിലയിൽ അവസാന ദിനം ബാറ്റിംഗ് ആരംഭിച്ച ഇംഗ്ലണ്ടിനെ തുടക്കത്തിലെ പിഴച്ചു. സെഞ്ചുറിയുമായി പൊരുതിയ ജേക്കബ് ബേത്തലിനെ മിച്ചൽ സ്റ്റാർക്ക് കൂടാരം കയറ്റി. പിന്നാലെ ജോഷ് ടങ്ങിനെയും സ്റ്റാർക്ക് മടക്കിയതോടെ ഇംഗ്ലണ്ടിന്റെ പോരാട്ടം അവസാനിച്ചു. 160 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ഓസീസിനെ ഓപ്പണിംഗ് വിക്കറ്റിൽ മികച്ച തുടക്കമാണ് ട്രാവിസ് ഹെഡും ജേക്ക് വെദറാൾഡും ചേർന്ന് നൽകിയത്. ജോഷ് ടങ്ങിന്റെ ഇരട്ടപ്രഹരത്തിൽ ഓസീസിന്റെ ഓപ്പണർമാർ കൂടാരം കയറിയതോടെ ഇംഗ്ലണ്ടിന് നേരിയ പ്രതീക്ഷ. സ്റ്റീവ് സ്മിത്തും ഉസ്മാൻ ഖവാജയും ലെബുഷൈനും പിന്നാലെ കൂടാരം കയറിയതോടെ ഇംഗ്ലണ്ട് തിരിച്ചു വരുമെന്ന് തോന്നിച്ചെങ്കിലും കാമറോൺ ഗ്രീനും അലക്സ് കാരിയും അധികം പരിക്കില്ലാതെ ടീമിനെ ജയത്തിലെത്തിച്ചു. ഇംഗ്ലണ്ടിനെ 5 വിക്കറ്റിന് തോൽപ്പിച്ച് പരമ്പര 4-1 കങ്കാരുപ്പട നിലനിർത്തി. 2 ഇന്നിംഗ്സിലുമായി 192 റൺസ് എടുത്ത ട്രാവിസ് ഹെഡ് കളിയിലെ താരമായപ്പോൾ മിച്ചൽ സ്റ്റാർക്ക് പരമ്പരയിലെ താരമായി. പരമ്പരയിൽ 31 വിക്കറ്റുകളും 156 റൺസുമാണ് സ്റ്റാർക്ക് നേടിയത്. അവസാന മത്സരത്തിന് ഇറങ്ങിയ ഖവാജയെ ഗാർഡ് ഓഫ് ഓണർ നൽകിയാണ് ഇംഗ്ലണ്ട് വരവേറ്റത്. 2011 സിഡ്നിയിൽ തുടങ്ങിയ ഖവാജ അതേ സിഡ്നിയിൽ തന്നെ അന്താരാഷ്ട്ര കരിയറും അവസാനിപ്പിച്ചു. നിറഞ്ഞ കയ്യടികളോടെയാണ് ഖവാജയെ സിഡ്നിയിലെ കാണികൾ യാത്രയാക്കിയത്. സ്പോർട്സ് ഡെസ്ക് ന്യൂസ് മലയാളം.